സുഹൃത്തുക്കളെ, ഉത്തർപ്രദേശിലെ റാംപൂരിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവർ ജോലി ആവശ്യപ്പെട്ടല്ല സമരം ചെയ്യുന്നത്, പുതിയ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ടുമല്ല. അവർ ചോദിക്കുന്നത് ഒരു കാര്യം മാത്രം: ഞങ്ങളുടെ സർവകലാശാല പൊളിക്കരുത്, ഞങ്ങളുടെ പഠനം അവസാനിപ്പിക്കരുത്. ഈ സമരം നടക്കുന്നത് മുഹമ്മദ് അലി ജൗഹർ സർവകലാശാലയുടെ മുന്നിലാണ്. എന്താണ് ഈ സർവകലാശാല? എന്തിനാണ് ഇത് പൊളിക്കാൻ സർക്കാർ തീരുമാനിച്ചത്? ഈ വിഷയത്തെ ചുറ്റിപ്പറ്റി എന്തുകൊണ്ടാണ് രാജ്യവ്യാപകമായി ചർച്ചകൾ ഉയരുന്നത്? ഇതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വിഷയം. ഇപ്പോൾ 2006 സെപ്റ്റംബർ 18 മുഹമ്മദ് അലി ജൗഹർ സർവകലാശാലയുടെ ശിലാസ്ഥാപനം നടന്നത്. സമാജ്വാദി പാർട്ടി നേതാവായ അസം ഖാന്റെ നേതൃത്വത്തിലുള്ള മുഹമ്മദ് അലി ജൗഹർ ട്രസ്റ്റാണ് ഈ സർവകലാശാല സ്ഥാപിച്ചത്. വർഷങ്ങളായി വികസിപ്പിച്ച ഈ ക്യാമ്പസിൽ മെഡിക്കൽ കോളേജ്, ഫാർമസി, നിയമപഠനം, വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ പ്രവർത്തിക്കുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളിലൂടെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി സർവകലാശാലയ്ക്ക് ഒരു നോട്ടീസ് നൽകി. 40 കെട്ടിടങ്ങളിൽ 38 എണ്ണം പൊളിക്കണമെന്നാണ് ഉത്തരവ്. ഇത് നടപ്പിലായാൽ സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ വലിയ തോതിൽ നിലച്ചുപോകും. അതിനർത്ഥം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠനവും ഭാവിയും അനിശ്ചിതത്തിലാവുമെന്നാണ് അവരുടെ ആശങ്ക. വിദ്യാർത്ഥികൾ പറയുന്നത് വളരെ ലളിതമാണ്: ഞങ്ങളുടെ ഭാവിയാണ് അപകടത്തിലായത്. ഒരു നിയമ വിദ്യാർത്ഥി പറഞ്ഞത് ഇങ്ങനെയാണ്: സർക്കാർ ഈ തീരുമാനം പരിശോധിക്കണം. ഞങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറാൻ കഴിയില്ല, സാമ്പത്തികമായി അതിന് സാധിക്കില്ല. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, അവിടെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. ഈ സർവകലാശാലയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവിടെ പഠിക്കുന്നവരിൽ വലിയൊരു വിഭാഗം സാമ്പത്തികമായി പിന്നോക്ക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 50% വരെ ഫീസ് ഇളവുണ്ട്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സഹായമുണ്ട്. B ഫാർമ, D ഫാർമ പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ കുറഞ്ഞ ചിലവിൽ പഠിക്കാനുള്ള അവസരവും ഇവിടെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നു, ഈ സർവകലാശാല ഇല്ലാതായാൽ എവിടെ പഠിക്കും? സർക്കാരിൻ്റെ വാദം എന്താണ്? റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അഭിപ്രായത്തിൽ മെഡിക്കൽ കോളേജും ഒരു അക്കാദമിക് ബ്ലോക്കും ഒഴികെ ബാക്കി 38 കെട്ടിടങ്ങൾ ആവശ്യമായ അനുമതിയില്ലാതെ നിർമ്മിച്ചുവെന്നാണ്. അതുകൊണ്ട് നിയമപ്രകാരം അവ പൊളിക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ സർവകലാശാലയുടെ ഭരണസമിതി ഈ വാദം അംഗീകരിക്കുന്നില്ല. അവരുടെ വിശദീകരണം ഇങ്ങനെയാണ്: ഈ കെട്ടിടം നിർമ്മിച്ചപ്പോൾ ആ പ്രദേശം റാംപൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ പരിധിയിലുണ്ടായിരുന്നില്ല. അന്ന് സില്ല പഞ്ചായത്തിൻ്റെ അനുമതിയോടെയാണ് നിർമ്മാണം നടന്നത്. പിന്നീട് ആ പ്രദേശം RDAയുടെ പരിധിയിൽ വന്നതാണ്. അതിനാൽ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പഴയ കെട്ടിടങ്ങൾ പൊളിക്കണമെന്ന ആവശ്യം ന്യായമല്ലെന്നാണ് അവരുടെ വാദം. ഇവിടെയാണ് വിവാദം കൂടുതൽ വലുതാവുന്നത്. സാമൂഹ്യ പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഇത് വെറും നിർമ്മാണ അനുമതിയുടെ പ്രശ്നമല്ല, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള രാഷ്ട്രീയ നടപടിയാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഈ സർവകലാശാലയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുമായ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നടപടി വിദ്യാഭ്യാസ അവസരങ്ങളെയാണ് ബാധിക്കുന്നതെന്നാണ് അവരുടെ ആശങ്ക. ഇത് പ്രതിഷേധിക്കുന്നവരുടെ ആരോപണമാണ്. സർക്കാർ ഈ ആരോപണം അംഗീകരിക്കുന്നില്ല. വിമർശകർ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കാശി, മധുര, സംബൽ, അജ്മീർ ദർഗ, സഹാറൻപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും അവർ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും തുടർച്ചയായി നിയമ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്നാണ് അവരുടെ ആരോപണം. ഇവിടെ പലപ്പോഴും ഉയരുന്ന ഒരു നിയമമാണ് 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്. ഈ നിയമത്തിൻ്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു: 1947 ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്ന ആരാധനാലയങ്ങളുടെ മതപരമായ സ്ഥിതി അതേപടി നിലനിർത്തുക എന്നതാണ്. അയോധ്യയിലെ ബാബറി കേസ് ഒഴികെ പഴയ ആരാധനാലയങ്ങളുടെ മതസ്വഭാവം പിന്നീട് മാറ്റാൻ പാടില്ല എന്നതാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാന ആശയം. ഈ ചർച്ചയിൽ ബാബറി മസ്ജിദ് വിഷയവും വീണ്ടും ഉയരുന്നു. 1992 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ വഴിത്തിരിവായി. പിന്നീട് സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചപ്പോൾ 1949 വിഗ്രഹം സ്ഥാപിച്ചതും 1992 പൊളിക്കലും നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയെങ്കിലും ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ വിധിയെക്കുറിച്ച് രാജ്യത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിമർശകർ പറയുന്നത് ബാബറി കേസിന് ശേഷം സമാനമായ അവകാശവാദങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിക്കുകയാണ്. ഇത് സമൂഹത്തിൽ മതധ്രുവീകരണം ശക്തമാക്കുന്നുവെന്നാണ് അവരുടെ അഭിപ്രായം. ഇതോടൊപ്പം മറ്റൊരു വിമർശനവും ഉയരുന്നു. അത് ബുൾഡോസർ രാഷ്ട്രീയം എന്നതാണ്. സർക്കാർ പറയുന്നത് നിയമവിരുദ്ധ നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടിയെന്നാണ്. എന്നാൽ വിമർശകർ പറയുന്നത് ഇത്തരം നടപടികൾ പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തെ കൂടുതലായി ബാധിക്കുന്നുവെന്നാണ്. ഇതും ശക്തമായ രാഷ്ട്രീയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു:
സർവകലാശാല അടച്ചുപൂട്ടിയാൽ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്ന ആർക്കാണ്? അസം ഖാനോ? അല്ല, പഠനം മുടങ്ങുന്ന വിദ്യാർത്ഥികളാണ്. കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം നഷ്ടമായാൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വകാര്യ കോളേജുകളിലെ വലിയ ഫീസ് എങ്ങനെ നൽകാൻ കഴിയും? ഇതാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. ഈ കേസിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണ്. സർക്കാരിൻ്റെ വാദവും കോടതി പരിശോധിക്കും, സർവകലാശാലയുടെ വാദവും കോടതി പരിശോധിക്കും. ആരുടെയും കുറ്റമോ അതേപോലെ നിരപരാധിത്വമോ ഇപ്പോൾ അന്തിമമായി പറയാനാവില്ല. എന്നാൽ ഈ സംഭവം നമ്മുടെ മുന്നിൽ ചില പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ടതില്ലേ? പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? നിയമം നടപ്പിലാകുമ്പോൾ അതിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങളും പരിഗണിക്കേണ്ടതല്ലേ? ജനാധിപത്യത്തിൽ എല്ലാ തർക്കങ്ങളും ഭരണഘടനയുടെയും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഇവ ഒരു സർവകലാശാലയുടെ മാത്രം ചോദ്യങ്ങളല്ല. ഇന്ത്യയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെയും ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും സ്പർശിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി കെട്ടിടങ്ങൾ പൊളിക്കുന്നതിലല്ല, അറിവും വിദ്യാഭ്യാസവും അവസരങ്ങളും സൃഷ്ടിക്കുന്നതിലാണ്.